ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. എന്നെ വളരെയധികം ആകർഷിക്കപ്പെട്ടൊരു കഥ ഞാൻ പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളത് കണ്ടുമുട്ടുകയാണ്. ഈ കഥ 2 പേര് ഒരു 11 കിലോമീറ്റർ, ഏകദേശം ഒരു 11 കിലോമീറ്ററോളം ദൂരത്തിലൊരു യാത്ര പോവുകയാണ്. ആ യാത്രയ്ക്കിടയിൽ അവർ കുറേ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അതായത് ആ ദിവസങ്ങളിൽ ഇവരുടെ ദേശത്ത് ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. എല്ലാവരെയും അഗാധമായ വേദനയിലേക്ക് നയിച്ചിട്ടുള്ളൊരു സംഭവം. അതിനെക്കുറിച്ചാണ് ഒരു വാഗ്വാദങ്ങൾ ഏർപ്പെടുന്നു, വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾക്ക് അങ്ങനെയാണല്ലോ വാദപ്രതിവാദങ്ങൾ നടത്തുക. അങ്ങനെ ഇരിക്കെ വേറൊരു വ്യക്തി വന്ന് കൂടെ ഇങ്ങനെ യാത്രയിൽ പങ്കാളിയാവുകയാണ്. ആഴത്തിലുള്ള രസകരമായൊരു ചോദ്യം, അല്ല നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്നവർ, നിങ്ങൾ ഈ ദേശത്തുനിന്നുള്ള ആളല്ലേ എന്ന് ഈ യാത്രികർ ചോദിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന വലിയ വേദന ഉളവാക്കുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങളിതുവരെ കേൾക്കാത്ത ഒരു അപരിചിതനായ മനുഷ്യനാണോ നിങ്ങളെന്ന് ഇവർ ചോദിക്കുകയാണ്. ഇത് പോയതാവട്ടെ, ഈ യാത്രയിലുള്ളത് ഈ കൂടെ വന്ന് കൂടിയ വ്യക്തിയുടെ ശിഷ്യന്മാരായ 2 പേരാണ്. അതൊക്കെ എൻ്റെ അത്ര രസകരമായ അനുഭവങ്ങൾ. കൂടെ കൂടിയിട്ട് കുറേ കാലമെല്ലാം കൂടെ നടന്നിട്ടും വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കൂടെ കൂടിയ വ്യക്തിയെ തിരിച്ചറിയുന്നില്ല. പക്ഷേ ഈ ആൾ സംസാരിക്കുന്ന, കൂടെ വന്ന 3ാമത്തെ ആൾ സംസാരിക്കുന്ന ആ സമയത്ത് ഇവരുടെ ഹൃദയങ്ങളൊക്കെ ജ്വലിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ യാത്ര നീണ്ടു. ഒരു വൈകുന്നേരം ഒരു സായാഹ്നമായി. കൂടെ കൂടിയ ആൾ അത് ക്രിസ്തുവാണ്. തൻ്റെ യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചപ്പോൾ അവർ പറഞ്ഞു, പോകരുത്. അപ്പോഴവർക്ക് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പോകരുത് കേട്ടോ, പോകരുത്, ഇവിടെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, രാത്രിയുള്ള യാത്ര അത്ര സുരക്ഷിതമൊന്നുമല്ല. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ കൂടെ അത്താഴം കഴിച്ച് ഇവിടെ കൂടിയിട്ട് നേരം വെളുത്തിട്ട് പോവാം എന്നവരങ്ങ് പറയുക. ഇത് രസകരമായിട്ടാണ് നോക്കി ഈ ഒരു സംഭവം. ഒരു ജീവിതത്തിൻ്റെ ആ പച്ചയായിട്ട് അതങ്ങോട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ ശരിക്കും എനിക്കൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകമായൊരു അനുഭൂതി ഇപ്പോൾ വരുന്നുണ്ട്. എന്ത് രസകരമായിട്ട് അവർ ആ യാത്ര തുടരാൻ പോകുന്ന സമയത്ത്, പോകരുത്, ഇത് അപകടകരമായ ഒരു യാത്രയാണ്, മുന്നോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്നുള്ള അത്താഴമൊക്കെ കഴിച്ചുകൂടെ കഴിയാം, നാളെ നേരം വെളുത്തിട്ട് പോയാമെന്ന് പറയുകയും ഈ ക്രിസ്തു ഇവരുടെ കൂടെ കൂടി അത്താഴ സമയത്ത് അപ്പം മുറിച്ച് വാഴ്ത്തി കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. ഒരു കുർബാനയുടെ, പരിശുദ്ധ കുർബാനയുടെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. ഈ അപ്പം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് തിരിച്ചറിവുണ്ടാവും ഇവരുടെ ജീവിതത്തിൽ. അത് ക്രിസ്തുവാണെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും ക്രിസ്തു അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അവർ പറഞ്ഞ ഒരു കാര്യം ഇതാ, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അതങ്ങനെയാണ്. ക്രിസ്തു ആരോട് സംസാരിച്ചു കഴിഞ്ഞാലും ആ ഹൃദയത്തിൽ വലിയൊരു ചലനമുണ്ടാകും. പലരും യേശുവിനോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഹൃദയത്തിലും ജീവിതത്തിലും മാറ്റം വന്നിട്ടുണ്ട്. ഏതൊരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതങ്ങനെയാണ്. കാരണം അത് ദൈവമായതുകൊണ്ടാണ്, ദൈവപുത്രനായതുകൊണ്ടാണ്, മനുഷ്യാവതാരമെടുത്ത വചനമായതുകൊണ്ട്, വചനം മാംസമായി മാറിയതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ആ സാന്നിധ്യം എന്ന് പറയുന്നത് അനേക ജീവിതങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന ഒന്നാണ്. എത്രയോ പേര് ആ കാലഘട്ടത്തിലും, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഉത്ഥാനത്തിന് ശേഷവും എത്രയോ ജീവിതങ്ങളുടെ മേൽ വളരെ ശക്തമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒത്തിരി ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിൽ അവർ കണ്ടുമുട്ടിയ ഈ ദൈവിക സാന്നിധ്യം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ കത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. ഈ ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പൗലോസ് ശ്ലീഹ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 3-4-5 വചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ കാണുകയാണ്.
യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കപ്പെടുകയും അടക്കം ചെയ്യപ്പെടുകയും അതിനുശേഷം ഉദ്ധാനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുമ്പോൾ വളരെ വ്യക്തമായ ചില തെളിവുകൾ അദ്ദേഹം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യം കേപ്പായിക്ക് എന്ന് പറഞ്ഞ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ തൻ്റെ 12 അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം 500 പേർ ഒരുമിച്ച് കൂടിയിരിക്കെ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടു. അകാലജാതൻ എന്നതുപോലെ അവസാനം എനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. വളരെ വ്യക്തമായ തെളിവുകൾ നൽകിക്കൊണ്ടാണ് ഇത് പറയുന്നത്. വെറുതെ ഒരു സാങ്കല്പിക കഥ കെട്ടിച്ചമച്ച് പറയുന്ന ഒന്നല്ല. അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, അവരനുഭവിച്ചത് എന്തെല്ലാമാണെന്ന സത്യം അവർ ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു സത്യമാണ്, ഒരു വലിയ സത്യമാണ്. അത് തേച്ച് മായ്ച്ച് കളയാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ന് ചിലപ്പോൾ പലർക്കും, നമ്മളെ പോലെ പല വ്യക്തികൾക്കും ഒരു ചിന്ത, ഒരു വീരപുരുഷൻ ചരിത്രത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ട് കടന്നു പോയിട്ടുള്ള ഒരു വീരപുരുഷനാണെന്നൊക്കെ. അല്ല, അതല്ല സത്യം. സത്യമെന്ന് പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. വാട്ട് ഈസ് ട്രൂത്ത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂത്ത് ഈസ് ഗോഡ്, ജീസസ് എന്നൊക്കെ പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ സത്യം അനേകരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയിൽ പറഞ്ഞപ്പോൾ കേപ്പായ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ സുവിശേഷങ്ങളിലും ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സമാന്തര സുവിശേഷങ്ങളിലൊക്കെ എടുത്തു പറയുന്നുണ്ട്. കേപ്പ കല്ലറയിലേക്ക് ഓടിച്ചെല്ലുക, അവിടെ ചെല്ലുമ്പോൾ യേശുവിനെ അടക്കിയിരിക്കുന്നിടത്ത് യേശുവിനെ കാണുന്നില്ല, പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കച്ച മാത്രം കാണുക, തിരിച്ചു വരിക, പിന്നീട് പ്രത്യക്ഷപ്പെട്ട് അനുഭവിക്കുക. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഞാനും അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ ശിക്ഷഗണത്തിൻ്റെ കൂടെ ഞാൻ വിളിക്കപ്പെട്ട ഭാഗ്യപ്പെട്ടൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിലെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ വാക്കുകളിൽ പറഞ്ഞ് തീർക്കാവുന്നൊരു കാര്യമല്ലല്ലോ. അത് അത്രയും സംഭവബഹുലമായിട്ടുള്ളൊരു കാര്യമാണ്. മരിച്ചിട്ട് മരണത്തെ കീഴ്പ്പെടുത്തി ഒരാൾ എഴുന്നേറ്റ് വരിക. ആ ദൈവം ഇന്നും ജീവിച്ച് അനേകർ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ജർമ്മനിയിലെ ദക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയനായ ഒരു മനുഷ്യനാണ് മാർട്ടിൻ നീമുള്ളർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ്. ഒരുപാട് പീഡനങ്ങൾ ഈ മനുഷ്യൻ ഈ ദക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് നാസികളിൽ നിന്ന് അനുഭവിച്ചു. ഒരുപാട് അടിയേറ്റു. കഷ്ടിച്ച് മരണത്തിന് രക്ഷപ്പെട്ടു ഈ മനുഷ്യൻ. കഷ്ടിച്ച്, വളരെ കഷ്ടിച്ച്, ഒരു ഭാഗ്യവശാലാണ് അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് അടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത സഹതടവുകാർക്ക് ഒരാശ്വാസത്തിൻ്റെ വെളിച്ചമായി ഈ മനുഷ്യൻ ഉദ്ധിതനായ മിശിഹായെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. 1945 ഈസ്റ്റർ ദിനത്തിൽ ഈ രക്ഷകനെക്കുറിച്ച് അദ്ദേഹം അവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരനുഭവം ചരിത്രത്തിൽ കിടപ്പുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള, ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, വിശ്വസിക്കാത്ത അവിശ്വാസികളായ അനേകരുടെ ജീവിതത്തിൽ യേശുവിനെ കാണാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഈ ഉദ്ധിതനായ യേശുവിനെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാസി തടങ്കൽ പാളയത്തിൽ ഇരുട്ടിൽ കഴിയുന്ന നമ്മളൊക്കെ കുറേയും കൂടി വെളിച്ചത്തിലേക്ക് വരാനായിട്ട്, ഈ വെളിച്ചം ഈ ഇരുട്ടറിൽ കടന്നു വരണമെങ്കിൽ ഉദ്ധിതനായ യേശു ക്രിസ്തുവിലെ ആഴമായൊരു വിശ്വാസത്തിൻ്റെ മാറ്റം നമുക്ക് വരേണ്ടതുണ്ട് എന്ന് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചവർക്ക് ഒരു ജീവൻ പകർന്നു കൊടുത്ത ഒരു ദിവസങ്ങളായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അതങ്ങനെയാ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു പോകുന്ന, ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലൂടെ കാലഘട്ടം പോകുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ആരോടും പറയുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വേദനകളും സങ്കടങ്ങളും കണ്ണുനീരുകളൊക്കെ പേരിട്ടായിരിക്കും ഒരു പക്ഷേ പോകുന്നത്. സാരമില്ല. ഒരു കാര്യം എനിക്ക് ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട്.
അത് വലിയൊരു സത്യമാണ്. തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. തിരിച്ചറിയാൻ പറ്റാത്തത് ഒരു പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടായിരിക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയാൽ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയാൽ ഇത് സാധ്യമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ക്രിസ്തുവിലേക്കുള്ള, ഉദ്ധിതനായ ക്രിസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുക. ഒരു വ്യക്തിയുടെ ജീവിതം, ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിലേക്കുള്ള ദൂരമാണ്. അതിൽ കുറഞ്ഞൊരു ദൂരം നമ്മുടെ ജീവിതത്തിലില്ല. അത്രയും നിയറസ്റ്റാണ് ക്രിസ്തു. അത്രയും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് പറയുമ്പോൾ എൻ്റെ ശരീരം കോരിത്തരിക്കുന്ന അനുഭവം എനിക്കുണ്ടാവുക. അതൊരു എന്താ പറയുക, ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കണ്ട. അത് സ്വാഭാവികമാണ്, ഇരുട്ട് എല്ലായിടത്തുമുണ്ട്. ഇരുട്ടിലേക്ക് നോക്കണ്ട. വലിയ ഇരുട്ടിൽ ഒരു മെഴുതിരി വട്ടമാണെങ്കിൽ പോലും അത് എടുത്തു കാണിക്കപ്പെടും. ഈ പ്രപഞ്ചത്തിലെ, അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ, സമൂഹത്തിലെ, ലോകത്തിലെ ഇരുട്ട് പിടിച്ച ആ അവസ്ഥയിൽ കട്ടപിടിച്ച് നിൽക്കുമ്പോൾ ക്രിസ്തു അവർ മുമ്പിൽ പറയുന്നൊരു വാക്കാണ്, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന്. ഈ പ്രകാശത്തിലേക്ക് അധികം ദൂരമില്ലെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വളരെ അടുത്താണ്, വളരെ 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 അടുത്താണ്. അതുകൊണ്ട് ഈ ഉദ്ധാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഏറ്റവും ദൂരം കുറഞ്ഞ ക്രിസ്തുവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അതൊരു ഭാഗ്യമാണ്. ഇറ്റ്സ് എ ലോട്ടറി എന്നൊക്കെ പറയാം, ബമ്പർ എന്നൊക്കെ പറയാം. അതല്ല, അതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാന്നിധ്യത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമ്മളൊരു വലിയ വ്യക്തിയായി മാറുകയാണ്. പക്ഷെ വലിയൊരു പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുക. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികർമ്മത്തിലെ സൃഷ്ടാവായ കൂടെ നിന്ന പുത്രൻ തമ്പുരാൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ചിന്തയ്ക്കൊക്കെ എത്രയോ ഉപരിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉദ്ധാന ദിനം, ഇനി വീണ്ടും അടുത്ത വർഷം ഒരു ഉദ്ധാനം അങ്ങനെ ചിന്തിക്കണ്ട. ഇത് ഇന്നാണ് ആ ദിവസം. അങ്ങനെ തിരിച്ചറിയണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആ ഒരു ദിവസമാണ്. ഇനി നാളേക്ക് അത് മാറ്റിവെക്കുന്നില്ല. ഇന്ന് ആ കുറഞ്ഞ ദൂരത്തിൽ ആയിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ഞാൻ ചുവട് വയ്ക്കുമെന്ന് തീരുമാനമെടുക്കാം. അതൊരു ആശ്വാസത്തിൻ്റെ തീരുമാനമായിരിക്കും. അതൊരു ആനന്ദത്തിൻ്റെ തീരുമാനമായിരിക്കും. അതൊരു സന്തോഷത്തിൻ്റെ തീരുമാനമായിരിക്കും. അതൊരു സമാധാനത്തിൻ്റെ തീരുമാനമായിരിക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പോസ്തലന്മാർ ആകെ അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയത്താണ് അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനമില്ലാത്തൊരു ലോകത്ത് സമാധാനം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സമാധാനമില്ലാത്ത വ്യക്തികൾക്ക് ക്രിസ്തു ആകുന്ന സമാധാനം കിട്ടിക്കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനക്കേട് അവിടെ ഇല്ലല്ലോ, അത് അപ്രത്യക്ഷമാവുകയാണ്. കാരണം സമാധാനം നൽകുന്നവൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സമാധാനക്കേടുകളൊക്കെ എടുത്തു മാറ്റപ്പെടുകയാണ്. ദാറ്റ് ഈസ് ട്രൂത്ത്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുക. അതുകൊണ്ട് ഈസ്റ്റർ ദിനത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, സഹോദര, സഹോദരി, നമുക്ക് വീണ്ടും ഒരു കാത്തിരിപ്പ് വേണ്ട ഉയർപ്പിനായിട്ട്. ഉദ്ധിതനായ മിശിഹായുടെ കൂടെ എല്ലാ ദിവസവും ഉത്ഥാനത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും ഉദ്ധിതനായ ക്രിസ്തു കൂടെ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ സമയവും ഈ ഉദ്ധാനം ചെയ്ത മിശിഹായുടെ സാന്നിധ്യം നമുക്ക് സമാധാനം വരളും, സന്തോഷം വരളും, ആനന്ദം വരളും, വലിയൊരു പ്രത്യാശ നൽകി നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യും. അതിനിടയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനിടയാകാൻ വേണ്ടി അതിനിടയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർക്കണം. ഒരുമിച്ച് ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി ഉദ്ധിതൻ്റെ കൂടെ ആ തിരുമുഖം ദർശിച്ച് ശിഷ്ടകാലങ്ങൾ മുഴുവൻ മരണാനന്തര ജീവിതത്തിൽ അവിടത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ കണ്ടുമുട്ടി സന്തോഷിച്ച് ആരാധിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയാണ്, അങ്ങയെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിക്കുകയാണ്. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കാരുണ്യവും അവിടുത്തെ പ്രിയപുത്രൻ്റെ കുരിശുമരണത്തിലും ഉദ്ധാനത്തിലുമൊക്കെ ഞങ്ങളുടെ വെളിച്ചമായി മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സന്തോഷത്തിൻ്റെ ആനന്ദ കണ്ണീർ ഒഴുക്കുന്നവരായി മാറും.
അത് വലിയൊരു രക്ഷാകര അനുഭവമാണല്ലോ. അത് സ്വീകരിക്കുവാനും അത് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.